സോ അപ്പോൾ സംഗതിയൊന്നുമില്ല, നമ്മളെ പനിനെ കുറിച്ച് പറയാനാണ്. പനി ഒരു 2 ആഴ്ച ഞാൻ പനിച്ച് കിടന്നു. 2 ആഴ്ച കംപ്ലീറ്റ് ഞാൻ ഓഫായി. അപ്പം നമ്മുടെ പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, അതിന് മുന്നത്തെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ചെറുതായിട്ടൊരു മയമുണ്ട്. അതിൻ്റെ വീട്ടിൽ നിന്ന് ഷോപ്പൊക്കെ പോകണ വഴിക്ക് ഹെൽമെറ്റ് ഇടാൻ പോയി, മയമുണ്ട്. ആ മയക്ക് ശേഷം എനിക്ക് ജലദോഷം വന്നു. അപ്പോൾ ജലദോഷം വന്നാൽ നോർമലി എല്ലാവർക്കും പോവാറുണ്ട്, പക്ഷെ എനിക്ക് പോയില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ മൂക്കിൽ ദശയുണ്ട്. ഈ ദശ കാരണം എനിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നീരണം. അപ്പം കുറേ കാലങ്ങളായി കെട്ടിക്കിടക്കണ ഈ നീരുണ്ടാവും. അപ്പോൾ മൊത്തം ഒറ്റയടിക്ക് ഇറങ്ങി. പിന്നെ അടുത്ത 2 ദിവസം ഞാൻ വളരെയധികം വിയർത്തു. അപ്പം അതിനർത്ഥം പനി വന്നു എന്നാണ്. എന്തായാലും ആ വിയർപ്പിൻ്റെ കാരണം കൊണ്ടും എന്താ എൻ്റെ ജലദോഷം നിന്നില്ല, സ്റ്റോപ്പായില്ല. ജലദോഷം വന്നുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഭയങ്കരമായി ക്ഷീണത്തിലായി കടന്നു. പനിച്ചു, നല്ല രീതിക്ക് ഹെവി പനി പനിച്ചു. എനിക്ക് നീക്കാൻ പറ്റാത്ത രീതിക്ക് അത്രയും പനിച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു മിസ് ചെയ്യാൻ പറ്റാത്ത ഷൂട്ട് ഉണ്ടായതുകൊണ്ട് ആ ഷൂട്ടിന് പോയി. ഷൂട്ടൊക്കെ ഉഷാറായി തീർത്തു. വീണ്ടും പനി കൂടി. പിന്നെ ആ പനീൻ്റെ കൂടെ തന്നെ ജലദോഷം നിൽക്കാതെ ഒന്നുകൊണ്ട് നിന്നു. അങ്ങനെ ഏകദേശം ഒരു വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത വെള്ളിയാഴ്ച ആയിട്ട് മാറിയിട്ടില്ല. പിന്നെ ഒരു കുറച്ചായപ്പോൾ മാറി, ഒരു 10 ദിവസം കഴിയുമ്പോൾ മാറി. ആ മാറിയ ആ ഒരു സന്തോഷത്തിൽ ഞാൻ എന്ത് ചെയ്തു, കുറേ ദിവസം ഒന്നും ചെയ്യാതെ ആ ഒരു റിഗ്രറ്റിൽ ഞാൻ പോയി കണ്ട് ഒരു 10-10:30 ആയപ്പം ഗ്രൗണ്ടിൽ പോയിട്ട് നടക്കാൻ ഇറങ്ങി. നടന്നു തിരിച്ച് കയറി. നമ്മളൊരു കുഴപ്പമില്ല. പിറ്റേന്ന് രാവിലെ എനിക്ക് ഒരു സൈഡ് മൊത്തം വേദന, ഒരു സൈഡ് മൊത്തം സഹിക്കാൻ പറ്റാത്ത വേദന. അതായത് ഇവിടെ എൻ്റെ ജോ വേദനിക്കുക, പല്ല് വേദനിക്കുക, പിന്നെ തല വേദനിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു തല ദിവസം നടന്നതിന് ശേഷം നല്ല രീതിക്ക് മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നല്ല രീതിക്ക് ഈ ഒരു ഭാഗം മൊത്തം അങ്ങോട്ട് നീര് കിട്ടി. വീണ്ടും തലവേദനയും ജലദോഷം, പിന്നെ ഈ ജോവേദനയും. ഫുഡും കഴിക്കാതായി. ഫുഡ് കഴിക്കാനൊരു മൈൻഡിക്ക് വരെ ഇനി. അപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനുള്ള താല്പര്യം പോയി. കാരണം ഫുഡ് കഴിക്കാൻ താല്പര്യം പോയി. അതോടെ ഫുഡ് കഴിക്കാൻ കഴിയാതായി. അങ്ങനെ പിന്നെ 2 ദിവസം 3 ദിവസം അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാത്തതിന് അങ്ങനെ. പിന്നെ ഒരു കാരണമുണ്ട്. ഈ പനിയും അതേപോലെ തന്നെ ജലദോഷം പെട്ടെന്ന് പോകാത്ത ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹോമിയോ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഹോമിയോ എല്ലാവരും കാണാൻ പോലെ തന്നെ അവർ ടൈം എടുക്കും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും കൂടിയാണ് ഇത്ര ടൈം എടുത്ത് മാറാൻ. എന്തായാലും അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മാറിയത്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഏകദേശം ഒന്ന് റെഡി ആയത്. ഈ 2 ആഴ്ചയുടെ മുന്നേ ഒരു 3 ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ കുറച്ച് തിരക്ക് കാരണം ഞാൻ ടോട്ടൽ 20 ദിവസത്തിനടുത്ത് ഞാൻ വർക്കൗട്ട് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത്. അങ്ങനെ ഇപ്പം ഒരു 3 ദിവസം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഞായറാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വീട് എടുക്കണം വിചാരിച്ചിന്. അതായത് 2 ആഴ്ച കംപ്ലീറ്റ് ആയി പറഞ്ഞിട്ട് വീട് എടുക്കണം വിചാരിച്ചിന്. പക്ഷേ പറ്റില്ല. എന്തായാലും ഇപ്പോഴാണ് വീട് എടുക്കുന്നത്. അതായിരുന്നു എൻ്റെ പനീൻ്റെ എക്സ്പീരിയൻസ്. 2 ആഴ്ച കംപ്ലീറ്റ്ലി സൈഡായി കടന്നു. ഇപ്പോഴും ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. 3 ദിവസം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ല. സ്ട്രെങ്ത്തും പോയിട്ടില്ല. അതായത് മസിലിൻ്റെ ചെറിയ ലോഡ് കമ്മിയായിട്ടുണ്ടാവും. വെള്ളം കൂടി കുറവായതുകൊണ്ട് വാട്ടറിൽ നല്ല രീതിക്ക് കമ്മി വന്നിട്ടുണ്ടാവും. മസിൽസിൽ ആ ലോഡ് നല്ല രീതിക്ക് കമ്മിയായിട്ടുണ്ടാവും. വർക്കൗട്ടില്ലാത്തതുകൊണ്ട് കൂടി കഴിക്കണം. പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക് വളരെ കുറവായിരുന്നു. ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ കുഴപ്പമുണ്ടാവും. മസിൽസ് എന്തായാലും കുറച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് തിരിച്ച് പിടിക്കണം. എന്തായാലും ഇതാണ് എൻ്റെ പനിയുടെ എക്സ്പീരിയൻസ്. മഴ കൊള്ളുമ്പോഴൊക്കെ സൂക്ഷിച്ച് കൊള്ളുക. കുഴപ്പമില്ലെങ്കിൽ മാത്രം കൊള്ളുക. അല്ലാതെ മഴ കൊള്ളാത്ത ഒരാൾ പെട്ടെന്ന് പോയി മഴ കൊള്ളുമ്പോൾ പ്രശ്നം. ഇതൊക്കെ ശീലമാക്കി എടുക്കണം. ഞാൻ ശീലമാക്കി എടുക്കാൻ പോവുകയാണ്. എനിക്ക് ഇടയ്ക്ക് എങ്ങനെ പനി വരലുള്ളൂ. വന്നപ്പോഴാണെങ്കിൽ ഇതേപോലെ ഹെവി ആയിട്ട് വന്നു ചെയ്തു. ഇങ്ങനെ വരുന്നുണ്ടാവാം. കഴിഞ്ഞപ്പോൾ എന്തായാലും ഇപ്പോഴത്തൊന്നും എനിക്ക് പനി പ്രതീക്ഷിക്കണ്ട. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം ഒന്ന് നമുക്ക് വരാതെ നിൽക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, സമാധാനിക്കുക. അതായത് അയ്യോ പനി വന്നു, ദിസ് ഈസ് ബാഡ് നമുക്ക് പറയണ പകരം നന്നായി ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് വരില്ലാന്ന് വിശ്വസിക്കാം. അതുപോലെ ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാകും വിചാരിക്കാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. അതൊക്കെ നല്ലത്. സാലഡിക്കാൻ പകരം എന്ത് ചെയ്യുക, അങ്ങനത്തെ നല്ല പോസിറ്റീവായിരിക്കാം. എന്തായാലും ഇന്ന് ഷൂട്ടുണ്ടായിന്. അത് കഴിഞ്ഞ് പോവാണ് ജിംഖാന ഷൂട്ട്. വർക്കൗട്ട് ഉഷാറാക്കണം.
വെയിറ്റ് കൂട്ടണം. എനിക്ക് പനി തുടങ്ങിയപ്പോൾ ഞാൻ 67 ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ വെയിറ്റ് 62 അപ്പോൾ 5 കിലോ എടുത്ത് കുറഞ്ഞു. ഇപ്പോൾ 63.5 ആയിക്കണം. ഇപ്പോൾ എന്തായാലും ആ പോയ വെയിറ്റിന് തിരിച്ചെടുക്കണം. മെല്ലെ മെല്ലെ കേട്ട് കയറുന്നുള്ളൂ. എനിക്ക് മെല്ലെ വെയിറ്റ് കൂടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മെല്ലെ കൂട്ടി കൊണ്ടുവരണം. എന്തായാലും ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വേറെ എന്തൊക്കെ ഞാൻ പറഞ്ഞാൽ വിചാരിച്ചു. ഞാൻ അതൊന്നും എഴുതിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല, പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഈ പനി, ജലദോഷം, മൂക്കടപ്പ് ഒക്കെ തന്നെ ഉള്ളതിന്. പിന്നെ പ്രോബയോട്ടിക്സ് എടുത്തുകൊണ്ട് എനിക്ക് വയറിന് പണി കിട്ടിയില്ല. പ്രോബയോട്ടിക്സ് എടുത്തുകൊണ്ട് ഫേസിന് അധികം പണി കിട്ടിയില്ല. എന്തായാലും അത് നല്ല കാര്യമായി. ഡൈഷനൊക്കെ ഓക്കെ ആയിക്കാണ്ട് പോകണ്ടായി. വയറ് ഇളകിയിട്ടോ അല്ലെങ്കിൽ വോമിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടില്ല. ജസ്റ്റ് ജലദോഷം സീനായി. ദശ കാരണം ഈ നീരുകെട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എഫക്റ്റ് ചെയ്തു. എന്തായാലും നമ്മൾ സർജറി ചെയ്യാൻ പോവാണ്. അതായത് ഈ ദശൻ്റെ സർജറി മസ്റ്റാണ്. എനിക്ക് ഈ മൂക്ക് മാത്രമേ ഓപ്പൺ ആയിക്കാണ്ട് ശരിക്കും പ്രവർത്തിക്കുള്ളൂ. ഈ മൂക്ക് എനിക്ക് എപ്പോഴും ക്ലോസ്ഡാണ് കേട്ടോ. ഇത് ക്ലോസ്ഡാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളത്തെ ദശ കൊണ്ട് കുറച്ച് കളയാം. സോ ആ സർജറി എന്നോ ചെയ്യാൻ വേണ്ടി കൊല്ലങ്ങളായിട്ട് ചെയ്യണം പറഞ്ഞിട്ട് ചെയ്യാത്ത സംഭവമാണ്. അപ്പോൾ ഇപ്പം എന്താ ചെയ്യാതെ വയ്യില്ല. ഇപ്പോൾ വെളിച്ചം പോയി, ബാക്കി നമ്മൾ വിളിച്ചില്ല. ഈ വെളിച്ചത്തിൽ പറഞ്ഞുതരാം. സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക്. നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ, കാരണം ഒരു മൂക്കടച്ചാണ്ട് നമ്മൾ സംസാരിക്കാനുണ്ടാവും. ഹലോ അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ആ ലെവൽക്ക് ഫുള്ള് മൂക്കിൻ്റെ ഇതില്ല, എനിക്ക് സപ്പോർട്ടില്ല. എനിക്ക് ഒരു മൂക്കിന് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് സോൾവ് ചെയ്യാണ്ട് അവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ജലദോഷം വരുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല വിചാരിക്കാം. എന്തായാലും അത് പറയാമെന്ന് വിചാരിച്ചു. പത്രങ്ങളുള്ളൂ. ഓക്കെ, ബൈ.